92.7 ബിഗ് എഫ് എമ്മിൽ നിന്ന് അപർണയാണ് കൂടിയുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഓണം വാരാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ബിഗ് മാവേലി സീസൺ 3 പരിപാടിയുമായിട്ട് ലൈവ് സ്റ്റുഡിയോ ആയിട്ട് കനകക്കുന്നിൽ തന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മളുണ്ട്. ഒരുപാട് കലാകാരന്മാർ ആക്ച്വലി ഇതിനോടകം തന്നെ നമ്മുടെ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇന്നും അതുപോലെ ഒരു കലാകാരനാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. എന്തായാലും ആരാന്നൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്കൊരു 2 വരി പാട്ട് കേട്ടിട്ട് ആളാരാണെന്ന് അറിയാം അല്ലേ? ചിങ്ങ നിലാവിൻ്റെ ചിത്രാംബരം ചാർത്തി ഉത്രാടരാത്രിയുറങ്ങി നെഞ്ചിലൊരായിരം സ്വപ്നവുമായി നെയ്യാമ്പലുകൾ മയങ്ങി വരവായി പൊന്നോണ പുലരി വരവായി ഉത്സവലഹരി നീ എൻ മനസ്സുണർത്തിപ്പൂവേ നീ എൻ മനസ്സുണർത്തി ഓണപ്പൂവേ ഓമൽ പൂവേ പൂങ്കൊതിയൻ വണ്ടിനു തേനും മാവേലി കുയിരു നൽകും സർവസ്വദാപ്തി സൗവർണഗാത്രി നീ എൻ മനസ്സുണർത്തിപ്പൂവേ നീ എൻ മനസ്സുണർത്തി. യെസ്, നമ്മുടെ കൂടെ ഇന്നുള്ളത് അതിലെ പ്രതിഭയായിട്ടുള്ള ജയൻ മൺട്രോ സാറാണ്. സാർ, ഇപ്പൊ ഈ പാട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുട്ടികൾ ഇപ്പൊ ഈ പറയുന്നത് പോലെ ഓണം മൂഡ് എന്ന് പറയുന്ന പാട്ടിനെ ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നത് പോലെ ഒരു കാലഘട്ടത്തില് തരങ്ങിണി ഇറക്കണ പാട്ടുകൾ അല്ലെങ്കിൽ ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കണ്ണുനട്ട് കാത്തിരുന്ന സോങ്സ് ഒക്കെയാണ് ഇതല്ലേ? അപ്പൊ ഓണപ്പാട്ടുകളിലേക്ക് വരുമ്പോ സാർ ഏറ്റവും കൂടുതൽ അങ്ങനെ കാത്തിരുന്ന് ഇഷ്ടപ്പെട്ടിട്ടുള്ള അന്നത്തെ കാലത്തെ ഓർമ്മയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഓണപ്പാട്ട് ഏതായിരിക്കും? അത് ഇങ്ങനെ തരങ്കിണിയുടെ തന്നെ യേശുദാസ്, ശ്രീകുമാരൻ തമ്പി, രവീന്ദ്രൻ മാസ്റ്റർ, ഈ കൂട്ടുകെട്ടിലുണ്ടായിട്ടുള്ള എല്ലാ പാട്ടുകളും തന്നെ വളരെ ഹൃദ്യമായിരുന്നു. നമുക്കൊരു ഓണം മൂഡ് അന്നത്തെ കാലത്ത് വരുന്നത് ഇതിലൂടെ ആയിരുന്നു. കാരണം അന്ന് ഈ പത്രത്തിന് ഇത് ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ പത്രത്തിലൊരു പരസ്യം വരും. ഈ കുറി തരങ്കിണിയുടെ ഓണ കാസറ്റിന്റെ സംഗീതം ഇന്നാള് രചന. രവീന്ദ്രൻ മാസ്റ്ററുടെ പടം നമുക്ക് കാണുമ്പോൾ തന്നെ അടുത്ത ഒരാഴ്ച ഉറക്കമില്ല. ഈ പാട്ട് എങ്ങനെ ഇരിക്കും, അത് ഗംഭീരമായിരിക്കും. എല്ലാ പാട്ടും അത് ഇപ്പോഴും മുത്രാടപ്പൂനിലവയായിരുന്നു, അതുപോലുള്ള ഉത്സവ ബലിദർശനം, ഓണം പൊന്നോണം, ഇങ്ങനെയുള്ള എല്ലാ പാട്ടുകളും ഇപ്പോഴും എല്ലായിടത്തും ഹിറ്റാണ്. അതിനുശേഷം ഇപ്പം പല ആൽബങ്ങളും ഇറങ്ങുന്നുണ്ടെങ്കിലും ആ പാട്ടുകളൊന്നും തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്നില്ല. അതാണ് അന്നത്തെ ആ പാട്ടിന്റെ ഓണം നൊസ്റ്റാൾജിയ അല്ലെ ഓണം മൂഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഓണം അന്നത്തെ ഓണവും തമ്മിൽ അജഗജാന്തരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ സർ ഇപ്പൊ വരുന്നതിന് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൺട്രോത്തുരുത്താണ് സ്ഥലം എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള മിക്കവാറും എല്ലാവരുടെയും ഒരു എന്താ പറയാ ഒരു ഇഷ്ടമുള്ള സ്പോട്ടും കൂടിയാണ് മൺട്രോത്തുരുത്ത്. അപ്പൊ ഓർമ്മകളിലെ ഓണം അതെങ്ങനെയാണ്? ഓർമ്മകളിലെ ഓണം എന്ന് പറഞ്ഞത് എന്റെ കുട്ടിക്കാലത്തൊക്കെ കരടി കളി എന്ന് പറഞ്ഞൊരു സമ്പ്രദായം. കരടികളി ആ കരടി കളി എന്ന് പറയുന്നത് നമ്മുടെ വാഴയില, ഉണങ്ങിയ വാഴയില, കരിയില എല്ലാം ദേഹത്ത് കെട്ടി പാള കീറി അതിൽ കണ്ണുണ്ടാക്കി മുഖം മൂടി വെച്ച് ഞാനും അങ്ങനെ വേഷം കെട്ടി കളിച്ചിട്ടുണ്ട്. എൻ്റെ ബന്ധുവീടുകളിലെല്ലാം പോയി കളിക്കുകയും 10-20 പൈസ അന്ന് തരും. അതാണ് അന്നത്തെ നമ്മുടെ ഓണസമ്മാനം. അതൊരു വല്ലാത്ത ഓർമ്മയായിരുന്നു. പിന്നെ കൂടാതെ ബന്ധുക്കാര്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ തന്നെ 10 പേരുണ്ട്. അപ്പൊ ഇവരെല്ലാം ഓണം ആകുമ്പോൾ കുടുംബ വീട്ടിൽ കൂടുകയും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുകയും സദ്യ കഴിഞ്ഞിട്ട് സമീപത്തുള്ള ക്ലബ്ബുകൾ നടത്തുന്ന കലാകായിക പരിപാടികൾ പങ്കെടുക്കുകയും അപ്പൊ രാത്രി വരെ 6-ാം ഓണം 7-ാം ഓണം വരെ ഇങ്ങനെ ഒരു നീണ്ടു നിൽക്കുന്ന ഓണമായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ തന്നെ ഒരു മടിയായി. പിന്നെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഓണം പരീക്ഷയുടെ മാർക്ക് ഏറ്റവും വലിയ 92.7 ബിഗ് എഫ് എമ്മിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജയൻ മൺട്രോ എന്ന് പറയുന്ന കലാകാരന്റെ കലാസ്വാദകന്റെ വിശേഷങ്ങളൊക്കെയാണ്. സർ, ഇപ്പോ 30-31 വർഷത്തോളം അനുഭവമുള്ള ഒരു SBI ജീവനക്കാരൻ കൂടിയാണ്. അപ്പൊ ഇത്രയും വർഷം എങ്ങനെയുണ്ടായിരുന്നു ജോലി, ഔദ്യോഗികമായിട്ടുള്ള ആ ഒരു ജോലി കാലയളവിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ സംതൃപ്തിയോടെയാണ് കാണുന്നത്. ഏറ്റെടുക്കുന്ന ജോലി വളരെ കൃത്യമായും അത് വളരെ ആത്മാർത്ഥയോടെ ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്ക് അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിനടുത്തുള്ള CCPC ചെക്ക് ക്ലിയറിംഗ് സെല്ലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും 31 വർഷം എന്ന് പറയുന്നത് 94 SBTയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ SBIയിൽ ജോയിൻ ചെയ്ത വർഷമാണ് ഞാൻ ഉണ്ടായത്. എൻ്റെ പെങ്ങളുടെ മകനും അന്നാണ് ഉണ്ടായത്, ഗണേഷ് പ്രസാദ്. എനിക്ക് 2 മക്കളാണുള്ളത്. ഈ
ജോലിയുടെ കൂടെ ആക്ച്വലി എങ്ങനെയാണ് ആ ഒരു പാട്ടിനോടുള്ള താല്പര്യവും അല്ലെങ്കിൽ കലയോടുള്ള താല്പര്യവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയത്? അമ്മ വല്യത്ത് ഗവൺമെന്റ് സ്കൂളിൽ പാട്ട് സാറായിരുന്നു, അന്നൊരു പോസ്റ്റ് ഉണ്ട്. അപ്പൊ അമ്മയിൽ നിന്നും അമ്മയുടെ അച്ഛനാണ് വലിയൊരു കലാസ്വാദകനും പാട്ടാസ്വാദകനും. അപ്പൊ ആ ഒരു പാരമ്പര്യം കുറച്ചെങ്കിലും എനിക്ക് കിട്ടിക്കാണും. പിന്നെ ഞാൻ പാട്ടിനെ റിസർച്ച് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു എനിക്കുള്ളൂ, കൂടുതലും അടുത്തറിയാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പിന്നെ ഞാൻ കോളേജിൽ വന്നപ്പം രവീന്ദ്ര മാസ്റ്ററുടെ ജ്യേഷ്ഠ സഹോദരപുത്രൻ ഭരത്ലാലുമായിട്ട് കൂട്ടായി. പുള്ളി അസാധ്യ ഒരു കലാകാരനാണ്, സംഗീതജ്ഞനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ ഞാൻ സംഗീതം പഠിക്കുന്നുണ്ട്, തുടങ്ങി. അത് ഭയങ്കര കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഈ പല കാര്യങ്ങൾക്കും വാലിഡിറ്റി ഉണ്ട്, ഇത്ര കാലം വരെ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളിടത്താണ് അതൊരു ബ്രേക്കിംഗ് പോയിന്റ് ആയിട്ട് മാറുന്നത്. സർ, ഇപ്പൊ വീട്ടിലെ ആൾക്കാരെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ താല്പര്യമുണ്ട്. കാരണം അവരുടെ ഒരു സപ്പോർട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരിക്കുമല്ലോ. അപ്പൊ ഫാമിലി എന്റെ ഭാര്യ രശ്മി കരുനാപ്പള്ളി സ്വദേശിയാണ്, ഹൗസ് വൈഫാണ്. രശ്മി ചേച്ചി നമ്മുടെ ലൈഫിൽ രശ്മിയാണ് അല്ലേ? അതെ അതെ. എന്നെ എല്ലാ കാര്യങ്ങളിലും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്ന് മുന്നോട്ട് നയിക്കുന്ന ഒരാളാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ മക്കള് 2 പേര്. മൂത്തത് മകളാണ്, അവള് സ്റ്റൈലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അത്യാവശ്യം ആഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. മകൻ ഒരു ഗെയിമറാണ്, TV എന്ന് പറഞ്ഞൊരു ഗെയിമില് ബാലൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്, അത്യാവശ്യം പോപ്പുലറാണ്. രണ്ടുപേരും എന്റെ വഴിയിൽ നിന്ന് വ്യത്യസ്തമായ വഴി തിരഞ്ഞെടുത്തവരാണ്. എന്തായാലും നല്ലൊരു അച്ഛനായതുകൊണ്ടായിരിക്കാം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വഴി കണ്ടെത്താൻ പറ്റണത്. പലപ്പോഴും അങ്ങനെയാണല്ലോ, മക്കൾക്ക് അവരുടെ വഴി ചൂസ് ചെയ്യാൻ പറ്റണത് ഒരു നല്ല അച്ഛൻ ഗൈഡായിട്ട് നിൽക്കുന്ന സമയത്താണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാട്ടൊക്കെ സർ കണ്ടിന്യൂസ് ആയിട്ട് ഇടാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോടുള്ള ആ ഒരു കാര്യമൊക്കെ ഒന്ന് പറയാം. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക, എനിക്ക് ഇഷ്ടപ്പെട്ട ചില പാട്ടുകൾ എൻ്റെ മനസ്സിലിട്ടുണ്ട്. കാരണം ചില മെലഡീസ് കൂടുതലും അതാണ് പിന്നെ എനിക്ക് പാടാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു പാട്ട് ഇങ്ങനെ പെട്ടെന്ന് കൊളുത്തും ചില സമയത്ത്. അത് കൊളുത്തുന്ന സമയത്ത് ഞാൻ ആ പാട്ടിന്റെ ലിറിക്സ് നോക്കി അതിന്റെ സംഗീതം അതൊക്കെ പഠിച്ച് സോഷ്യൽ മീഡിയയിൽ വൈഫ് തന്നെയാണ് വീഡിയോ എടുത്തു തരുന്നത്. അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് സോഷ്യൽ മീഡിയ മാനേജർ എല്ലാം രശ്മി ചേച്ചിയാണ്. സോ എന്തായാലും നമ്മളിപ്പോ ഒരുപാട് ഓണപ്പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മെലഡി കൂടി കേൾക്കണം എന്ന് ഇപ്പൊ ആഗ്രഹമുണ്ട്, സാധിച്ചു തരണം. തീർച്ചയായിട്ടും. ONB സാറിന്റെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടാണ്. വാതിൽപ്പഴുതിലൂടെയാണോ? ആണോ? അതെ അതെ, ശരി. ഹൃദയത്തിൻ തന്തിയിലാരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ, ഇലകളിൽ ജലകണമിറ്റു വീഴും പോലൻ ഉയിരിൽ അമൃതം തളിച്ച പോലെ, തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചുപോയി, അറിയാതെ കോരിത്തരിച്ചുപോയി. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ബ്യൂട്ടിഫുൾ. എന്തായാലും ഈ ഓണക്കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല സമ്മാനമാണ് ഈ പാട്ടുകളെന്ന് കരുതാണ്. മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും അറിയിക്കുകയാണ്. വീട്ടിൽ എല്ലാവരോടും അന്വേഷണം പറയണം. താങ്ക് യു വെരി മച്ച്. ബിഗ് എഫ്എമ്മിന്റെ ഈ ഓണത്തിനുള്ള ഈ ശക്തമായ ഇടപെടിയിൽ സാധാരണ സെലിബ്രിറ്റികളാണ് ഇത്തരം വേദികൾ വരിക. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ഉൾപ്പെടുത്താൻ എന്തായാലും അപർണയും സുമിയും കിടിലം ഫിറോസും എല്ലാം സ്ഥിരം നമ്മൾ കാതുകളിലൂടെ കേൾക്കുന്നവരാണ്. അവരുടെ വിശേഷങ്ങളും സംസാരങ്ങളും വളരെ ഇഷ്ടമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സർ. താങ്ക് യു. ഈ ഓണത്തിന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്.